തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പ് കണ്ടെത്തിയത് ഓഡിറ്റിംഗിൽ. മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയിലും ക്രമക്കേട്. അന്വേഷണം ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർക്കും കത്ത് നൽകി. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശരിയാണ്. പ്രശാന്ത്, വളരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് തന്നെയാണോ, വെട്ടിപ്പ് തന്നെയാണോ ഈ ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ കൂടി. കെ പി, വലിയ സാമ്പത്തിക ക്രമക്കേട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നു എന്നാണ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലാണ് ഇത്തരത്തിൽ 46 ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് വിഭാഗം ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. 2019-20 കാലഘട്ടത്തിൽ കോവിഡ് സമയം ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നത്. അതിൽ 46 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ അടച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്കിൽ അടയ്ക്കാതെ തിരിമറി നടത്തിയെന്നൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ഇടപെട്ടു. ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കോവിഡ് സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്ത് കോവിഡിന് അനുബന്ധ സാധനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടെല്ലാം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നു. ഇത് ഗുരുതരമായ കണ്ടെത്തലാണ്, തീവെട്ടിക്കൊള്ള എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രിയുടെ വിശേഷണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് തീരുമാനം. നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ നടന്നത്. മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിൽ പരിശോധനകൾ നടന്നു. അതിലാണ് മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് 46 ലക്ഷം രൂപ കാണാനില്ല, വകമാറ്റി എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. അത് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തറിയുന്നത്. അതിനുശേഷമാണ് ആരോഗ്യമന്ത്രി ഇടപെടുകയും വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തത്.